പാനൂരിൽ നടന്ന ഈ സംഭവം നമ്മളെ ഓരോരുത്തരെയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ റന എന്ന ഈ പെൺകുട്ടി ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരു സാധാരണ ആവശ്യത്തിനായി അക്ഷയ സെന്ററിൽ എത്തിയതായിരുന്നു ഫാത്തിമ റനയും മാതാവും സഹോദരിയും. കണ്ണൂർ പാനൂരിലെ റഫീഖ് സമീറ ദമ്പതികളുടെ മകളാണ് ഫാത്തിമ റന. ചൊവ്വാഴ്ചയാണ് ഇവർ ഈ അക്ഷയ സെന്ററിൽ എത്തിയത്. നല്ല രീതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ഫാത്തിമ റനയെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇത് ഒരു ദുഃഖവേളയായി മാറുമെന്ന് ആരും തന്നെ വിചാരിച്ചില്ല. പിന്നീട് നെഞ്ചത്ത് കൈവച്ചിരിക്കുന്ന ഫാത്തിമ റന വെള്ളം ആവശ്യപ്പെടുന്നതും വെള്ളം കിട്ടിയ കുട്ടിക്ക് അത് കുടിക്കാൻ പോലും കഴിയാതെ പെട്ടെന്ന് ബോധരഹിതയാകുന്നതും നമ്മൾ വീഡിയോയിൽ വ്യക്തമായി കാണുന്നു. നോക്കൂ, അവിടെ എല്ലാവരും സൗമ്യമായി സംസാരിച്ചു കൊണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. കണ്ണു നിറയുന്ന ദൃശ്യങ്ങൾ. നിമിഷങ്ങൾ കൊണ്ട് എങ്ങനെ മരണം വന്നു എന്ന് നോക്കൂ. ഇവിടെ നമ്മൾ നിൽക്കണം, ചിന്തിക്കണം. മരണം എങ്ങനെയാണ് നമ്മളെ തേടിയെത്തുന്നത് എന്ന് ഓർക്കണം. മരണം ദൂരെ എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. ഇനിയും സമയമുണ്ട്, വയസ്സാകുമ്പോഴേ മരണം വരൂ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഇന്ന് ഈ പെൺകുട്ടി നാളെ ഞാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഇതാണ് യാഥാർത്ഥ്യം. മരണം നമ്മളെ തേടി വരുമെന്ന ബോധം ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാണ് എൻ്റെ അവസാന യാത്ര എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളും അത് അറിയുന്നില്ല. ഏതെങ്കിലും പ്രഭാഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ പ്രഭാഷണ വേള കഴിഞ്ഞാൽ ആ ചിന്ത പാടെ നമ്മുടെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് തിരിയുന്നു, സത്യമെന്ന മരണത്തെ മറന്നുകൊണ്ട്. ഇതുകൊണ്ടാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കേണ്ടവരാണെന്നും നാളെ ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ച് ജീവിക്കരുതെന്നും ഇന്ന് തന്നെയായിരിക്കാം എൻ്റെ അവസാന ദിവസമെന്ന പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ കൂടുതലും വ്യാമോഹങ്ങളിലേക്കും ദുർചിന്തയിലേക്കും പോകുവാനുള്ള സാഹചര്യത്തെ അത് തടഞ്ഞുവെക്കും. ഈ കാര്യം മനസ്സിലാക്കുക. നമ്മുടെ നമസ്കാരം, ദുആ, നന്മകൾ, സദാചാരം ഇതെല്ലാം ഒഴിവ് സമയത്ത് മാത്രം ചെയ്യുവാനുള്ള ഒന്നല്ല. ഈ പൊന്നുമോൾക്ക് അള്ളാഹു അവൻ്റെ രക്ഷയും തൃപ്തിയും നൽകട്ടെ. 19 വയസ്സ്, പാപഭാരം കുറഞ്ഞ ഒരു പ്രായം. യാ അല്ലാഹ്, ഈ കുട്ടിയുടെ പാപങ്ങൾ പൊറുക്കണമേ. അവളുടെ ഖബർ സ്വർഗ പൂന്തൗപ്പാക്കണമേ. അവളുടെ കുടുംബത്തിന് സഹനം നൽകണമേ. അവളെ ജന്നാത്തിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കണമേ. നമ്മുടെ ഒരു ദുആ പോലും അവളുടെ പരലോക ജീവിതത്തിന് വലിയ സഹായകമാകാം. നാം തയ്യാറാണോ? നമ്മുടെ ബന്ധങ്ങൾ ശുദ്ധമാണോ? നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് മരിച്ചാൽ നാളെ നമ്മളെ ഓർക്കാൻ നല്ലതുണ്ടോ? മരണം ഒരു ഭീകരതയല്ല, പക്ഷേ തയ്യാറില്ലാത്തവർക്ക് മാത്രമാണ് ഭയം. ഇന്ന് ജീവിക്കുന്ന നിമിഷം തന്നെ നമ്മുടെ ആത്മാവിനെ ശുദ്ധമാക്കുക. കാരണം അടുത്ത നിമിഷം നമ്മളെ തേടി മരണം വരാം. അള്ളാഹു എല്ലാവർക്കും നല്ല അന്ത്യം നൽകുമാറാകട്ടെ.